ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യം ഈ ഒരു കേസിൽ ഉണ്ടായിട്ടുണ്ട്. എന്തുടെ പ്രശ്നം? അടികൊള്ളാത്ത സൂക്കേട് തന്നെ. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. நீங்க யாரை சந்தோஷப்படுத்துறதுக்காக இதெல்லாம் நீங்க செய்றீங்களோ அவங்களுக்கே ஒரு கட்டத்துல உங்களை பிடிக்காம போய்டும். ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട, കാര്യം പറ. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. സൂക്ഷിക്കണം, നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇതിലെന്തോ കൈയുണ്ട്. എന്നിട്ട് അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. തെറ്റായ വ്യവസ്ഥിതിക്കെതിരെ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ്. എന്താണ് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ? ആർക്കാണ് സൈക്കോളജിക്കൽ ഇഷ്യൂ? അറിയാതെ അയാളൊന്ന് കൈതട്ടാം, വേണമെന്നുണ്ടെങ്കിൽ ബാക്കോട്ട് ഇറങ്ങിയേക്കാം. നിങ്ങൾ അതേ സ്ഥലത്ത് നിന്നിട്ട് തിരിഞ്ഞു നിന്നു നേരെ, അതായത് ഇങ്ങനെ സൈഡിൽ ഇരുന്ന് നിങ്ങൾ ഇങ്ങോട്ട് നിന്നു. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഞാൻ വെറും കോന്തനാണെന്ന് വിചാരിച്ചോ താനെ? ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എന്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ സൈക്കോളജിനെ കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങളാണോ ഇത്രയും അട്ടർ ബ്ലണ്ടർ പറയുന്നത്? എത്രയോ വീഡിയോസ് ഇതുപോലെ പെൺകുട്ടികൾ ഷൂട്ട് ചെയ്തേക്കുന്ന വീഡിയോസ് നെറ്റിൽ ഉൾപ്പെടെ കിടക്കുന്നുണ്ട്. അതിൽ എവിടെയെങ്കിലും വീഡിയോ എടുക്കണം കണ്ടിട്ട് അവരവിടെ നിന്നിട്ടുണ്ട്. ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരല്ലേ, അതും കൊണ്ടാണ്. പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാ. എന്ന് വെച്ച് കഴിഞ്ഞാല് അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. 4 കഷ്ണമൊക്കെ കാലെ പിടിച്ചൊരാൾക്കുന്നുണ്ടല്ലോ, വലിച്ചു കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ട്. ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാ. ഓഹരിത്തരം കാണിക്കുന്നത് അതിലുണ്ട് കേട്ടോ, എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയർ. നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, അതൊക്കെ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരോടും പിന്നെ ആ സൈക്കോളജി ചേച്ചിയുടെ അടുത്ത് കൂടി പറയണം, ആ മനുഷ്യൻ ഇന്നലെ ആത്മഹത്യ ചെയ്തു. കഷ്ടായി പോയി, വെടിവെച്ച് കൊല്ലണം അതിനെ. അയാൾക്കൊരു കുട്ടിയുണ്ട്, ഒരു സെയിൽസ് പേഴ്സൺ ആണ്, ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു ബാഗാണ് കയ്യിലുണ്ടായിരുന്നത്. അതിന്റെ ഇടയിലാണ് നിങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടതും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഓർമ്മിച്ചോ? അയാൾക്ക് താങ്ങാൻ പറ്റിയില്ല, കാര്യം അത്രക്ക് മനക്കെട്ടിയുള്ള ഒരു മനുഷ്യനല്ല അത്. അയാളുടെ ഓഫീസിൽ നിന്നും അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇന്നലെ അയാളോട് ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കിയതാണ്, നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റൂല, നിങ്ങൾ ഇത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടത്. പക്ഷെ അയാൾക്ക് അത് താങ്ങാൻ പറ്റിയില്ല. എന്റെ കയ്യിൽ കിട്ടിയേ ഞാൻ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ.